ഇങ്ങോട്ട് പോണേ? ഞാൻ മൊറോക്കൻ ബാത്ത് ചെയ്യാൻ വേണ്ടി പോവാ. അല്ല മോളെ, വീട്ടിൽ ഇത്രയും വലിയ ബാത്റൂമും കുളിക്കാനുള്ള സോപ്പും തേങ്ങയും വാങ്ങിണ്ടായിട്ടാണോ? മൊറോക്കൻ ബാത്താണ് മനുഷ്യ. ഇതാണ് അവസ്ഥ. മൊറോക്കൻ ബാത്ത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ ഇങ്ങനെ പലതും പറയും, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്ത വല്ലാത്തൊരു സംഭവമാണ് മക്കളെ. എന്റെ എക്സ് കൊളീഗ് സുമയ്യ, അവളുടെ സ്കിന്ന് സീക്രട്ട് ചോദിച്ചു വന്നപ്പോഴാണ് മൊറോക്കൻ ബാത്ത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ചെയ്ത് കഴിഞ്ഞപ്പോ ഇത്രയും കാലം ഞാൻ കുളിച്ചിട്ടേ ഇല്ലായിരുന്നു എന്നുള്ളൊരു ഫീലായിരുന്നു. ഇതേ ഇവനാണ് നമ്മുടെ താരം. ഇത് വെച്ചിട്ട് നന്നായിട്ട് മേല് ഒരയ്ക്കും, നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യും. പോകുന്ന സാധനങ്ങൾ കണ്ടോ, ഡെഡ് സ്കിന്ന് മൊത്തമായിട്ട് പോകട്ടോ. ഇത്രയൊക്കെ അഴുക്കുണ്ടോ നമ്മളെ ശരീരത്തിൽ എന്ന് തോന്നിപ്പോകും. അതിന്റെ കൂടെ നമ്മളെ സ്കിന്നിനനുസരിച്ചുള്ള ഒരു സ്ക്രബും മസാജും ഒക്കെ കിട്ടി. ഇത് സ്ട്രോബെറി സ്കിന്നുകാരൊക്കെ എന്തായാലും ചെയ്യണം. നമ്മൾ ഇന്ത്യക്കാർക്ക് വല്ലാതെ പരിചിതമല്ല മൊറോക്കൻ ബാത്ത്. പക്ഷെ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്ന പോലെ കണ്ടാൽ മതി, നിങ്ങൾ പോയി ചെയ്തോളൂ, എന്നോട് താങ്ക്സ് പറയും. ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ലെവലാണോ ഇത് കഴിഞ്ഞാല്. ഫ്രണ്ടിലോട്ട് കിടക്കുന്ന ഹെയർ കുറച്ച് വളർന്നിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. പിന്നെ നമ്മുടെ കൈവിരലുകളൊക്കെ കുറച്ചും കൂടി സുന്ദരമാക്കാം. ഇത് നമ്മളെ ബെൽസ് ആൻഡ് ബോസ് സലൂൺ ആണ്. ഞാൻ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതെ വിസിറ്റ് ചെയ്ത സലൂൺ ആണ്. പക്ഷെ ഓ മൈ ഗോഡ്, സ്റ്റാഫും ആംബിയൻസും അതും അഫോർഡബിൾ ആണ് റേറ്റ്സ് ഒക്കെ. ഈദ് ഹോളിഡേയ്സിനൊക്കെ എന്തായാലും വിസിറ്റ് ചെയ്തോളൂ, ഒരുപാട് ഓഫേഴ്സ് കിടക്കുന്നുണ്ട്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചാർജിൽ നല്ല പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ബെൽസ് ആൻഡ് ബോസ് തരുന്നത്. ലൊക്കേഷൻ നോട്ട് ചെയ്തോളൂ, നമ്മളെ ദുബായ് അൽനാദ MMC ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള യൂണിയൻ കോഫ് മാളിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്.